Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വർഷങ്ങളായി പയ്യന്നൂർ പെരുമ്പിയിലുള്ളവർ ശുദ്ധജലത്തിനായി ഉപയോഗിച്ചിരുന്ന കിണർ മലിനപ്പെട്ടു. പെരുമ്പിയുടെ ഹൃദയഭാഗത്തുള്ള PWD അധീനതയിലുള്ള കിണർ പുഴുക്കളും പ്രാണികളും നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. പയ്യന്നൂർ പെരുമ്പയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കിണറിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇപ്പോൾ PWD അധീനതയിലുള്ള ഈ കിണർ ഒരു കാലത്ത് വ്യാപാര കേന്ദ്രമായിരുന്ന പെരുമ്പയിലെത്തുന്നവരുടെ ദാഹമകറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചിലരുടെ അശ്രദ്ധ കാരണം മലിനപ്പെട്ടിരിക്കുകയാണ് ഈ കിണർ. പെരുമ്പയിലെ വ്യാപാരികളും ഹോട്ടലുകളും ചുമട്ടുതൊഴിലാളികളും ആശ്രയിച്ചിരുന്ന കിണർ പുഴുക്കളും പ്രാണികളും നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. പലരും മൂക്കുപൊത്തിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. നാളുകൾക്ക് മുൻപ് വരെ നല്ല ശുദ്ധജലം നൽകിയിരുന്ന ഈ കിണർ സമീപത്തെ മരം മുറിച്ചു മാറ്റുന്ന അവസരത്തിലാണ് മലിനമാകാൻ തുടങ്ങിയത്. മരത്തിന്റെ അവശിഷ്ടങ്ങൾ കിണറിൽ വീണത് നീക്കം ചെയ്യാൻ ആരും തുനിഞ്ഞില്ല. ഒപ്പം മരം മുറിക്കുന്ന ആവശ്യത്തിനായി വന്ന JCB കാരണം സമീപത്തെ ഓവുചാലിലെ ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ മലിനജലം കിണറിൽ കലരുകയും ചെയ്തു. പെരുമ്പയിലെ ഈ കുടിവെള്ള സ്രോതസ് മലിനപ്പെടുത്തതിനെ കുറിച്ച് വ്യാപാരികളും പ്രദേശവാസികളും പ്രതികരിച്ചു. ഏതാണ്ട് 2 ആഴ്ചയിലധികമായി ഈ പരിസരത്ത് അതിഭയങ്കരമായ നാറ്റമുണ്ട്. അത് ഈ ഭാഗത്തുള്ള ഓവുചാല് ബ്ലോക്കായിട്ട് 2 ആഴ്ചയിലധികമായി. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു മരം മുറിക്കുന്ന സമയത്ത് ഇവർ JCB ഉപയോഗിച്ചിട്ട് അടി കളച്ചിരുന്നു. അപ്പോൾ അവിടെ ആ ഓവുചാല് ബ്ലോക്കാവുകയും ആ വെള്ളം ഈ എല്ലാവരും കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ഈ കിണറിലേക്ക് വരികയും ഈ കിണർ മലിനപ്പെടുകയാണ്. ഈ അടുത്തുള്ള ലോറി തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ഇങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരും ഇവിടുന്ന് വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നതാണ്. ഈ വെള്ളം ഇപ്പം തീരെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ഇതിൻ്റെ അടുത്തൊരു ബോർവെൽ ഒഴിച്ചപ്പോൾ ആ ബോർവെല്ലിലെ വെള്ളം പോലും മലിനപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യം എത്രയും വേഗം ഒന്ന് മാറിക്കിട്ടണം എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കിണർ എന്ന് പറഞ്ഞാൽ പെരുമ്പിയിലെയും പരിസര പ്രദേശങ്ങളെയും മുഴുവൻ ആളുകളെയും ഉപകാരപ്രദമായ ഒരു കിണർ എന്ന നിലയിൽ ഇതിൻ്റെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഈ ഓത്തിയിലത്തെ വെള്ളം നേരെ പോകുന്നത് ഈ കിണറിലേക്കാണ്. പെരുമ്പയിലെ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും ആശ്രയിച്ചിരുന്ന ഈ കിണർ നഗരസഭ ഇടപെട്ട് എത്രയും വേഗം ഉപയോഗയോഗ്യമാക്കണമെന്ന് ചേംബർ പ്രതിനിധികളും ആവശ്യപ്പെട്ടു. പെരുമ്പയിലെ മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ പെരുമ്പയിലെ എല്ലാവർക്കും കുടിവെള്ളമാകുന്ന ഈ കിണറിലാണ് വന്നു വീഴുന്നത്. അതുപ്രകാരം വെള്ളം പൂർണ്ണമായും നാശവുമാക്കുകയും കുടിക്കാൻ ഉപയോഗിക്കാത്ത വിധം അല്ലാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടുന്ന അവസ്ഥയിൽ ഇവിടുത്തെ കടകൾ, ഷോപ്പുകൾ മുഴുവൻ നാറിക്കൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടും ഇതിനെതിരെ ഒരു നിയമ നടപടികൾ മറ്റടക്കം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനെയും സെക്രട്ടറിയെയും അതുപോലെ PWD അധികാരിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഇതിന് യാതൊരു ഫലവും കണ്ടുവരുന്നില്ല. തീർച്ചയായും ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതമായ ഒരു സമരവുമായി പയ്യന്നൂരിലെ വ്യാപാരികൾ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. വേനൽ കടുക്കുകയാണ്. ഈ അവസ്ഥയിൽ നിരവധി പേർ ആശ്രയിച്ചിരുന്ന ഒരു കുടിവെള്ള സ്രോതസ് ഉത്തരവാദപ്പെട്ടവരുടെ അശ്രദ്ധ കാരണം നശിച്ചു പോകുന്നത് ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഐക്യദാർഢ്യ സമിതി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രകടനവും പൊതുയോഗവും നടത്തി. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപമാനകരമായ നിലപാടാണ് കേരളത്തിലെ LDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് യോഗത്തിൽ മുഖ്യപ്രാസംഗികനായ N. സുബ്രഹ്മണ്യൻ പറഞ്ഞു.
സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാനാകുന്നതാണ് ആശാസമരം. LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കണം. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം നടന്ന പൊതുയോഗത്തിൽ ഡോക്ടർ D. സുരേന്ദ്രനാഥ്, മാധ്യമപ്രവർത്തകൻ K. സുനിൽകുമാർ, അപ്പുകുട്ടൻ കാരയിൽ, PP രാജൻ, CPI-ML റെഡ് സ്റ്റാർ ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് കുമാർ രാമന്തളി എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് KC ഹരിദാസ്, M. സുൽഫത്ത്, PV അശോകൻ, M. സുധാകരൻ, P. മുരളീധരൻ, അത്തായി ബാലൻ, KP വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ മാതമംഗലം റോഡ് നവീകരിക്കുന്നതിനായി 11 കോടി രൂപ അനുവദിച്ചതായി M. വിജിൻ MLA അറിയിച്ചു. 7 മീറ്റർ വീതിയിൽ ആധുനിക നിലയിൽ റോഡ് ഉപരിതലം മിനുക്കുന്നതിനും മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിനുമാണ് തുക അനുവദിച്ചത്. മലയോര മേഖലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റോഡാണ് പിലാത്തറ ചന്തപ്പുര മാതമംഗലം റോഡ്. വർഷങ്ങൾ പഴക്കമുള്ള റോഡ് കൂടിയാണിത്. നിലവിൽ 5.5 മീറ്റർ വീതിയിലാണ് റോഡുള്ളത്. റോഡ് നവീകരിക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ പിലാത്തറ മുതൽ ചന്തപ്പുര വരെ 5 കോടി രൂപയും രണ്ടാം ഘട്ട പദ്ധതിയിൽ ചന്തപ്പുര മുതൽ മാതമംഗലം പാണപ്പുഴ റോഡ് വരെ 6 കോടി രൂപയും ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ 11 കോടി രൂപ അനുവദിച്ചതായി M. വിജിൻ MLA അറിയിച്ചു. 7 മീറ്റർ വീതിയിൽ ആധുനിക നിലയിൽ റോഡ് ഉപരിതലം മിനുക്കുന്നതിനും മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിനുമാണ് തുക അനുവദിച്ചത്. ഓവുചാൽ, സംരക്ഷണ ഭിത്തി, കൾവർട്ട്, റോഡിനിരുവശവുമുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളും മറ്റ് റോഡ് സേഫ്റ്റി പ്രവൃത്തികളും ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും M. വിജിൻ MLA അറിയിച്ചു. മാതമംഗലം, ഏര്യം, കുറ്റൂർ, ഓലയമ്പാടി, പെരുവാമ്പ, വെള്ളോറ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങളും മലയോര മേഖലയിലെ ചെറുപുഴ, പാടിയോട്ടുചാൽ, പെരുങ്ങോം തുടങ്ങിയ സ്ഥലങ്ങളിലുമുള്ളവർക്ക് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും, കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് CRPF ക്യാമ്പ്, വിവിധ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കും ഉൾപ്പെടെ നിരവധി പേർ നിത്യേന ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. റോഡ് നവീകരിക്കുന്നതോടെ ജനങ്ങളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 23ാം തവണയും കണ്ണൂർ യൂണിവേഴ്സിറ്റി കലാകിരീടം പയ്യന്നൂർ കോളേജിന്. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഇരുപത്തിമൂന്നാം തവണയും കണ്ണൂർ യൂണിവേഴ്സിറ്റി കലാകിരീടം ചൂടി പയ്യന്നൂർ കോളേജ്. തുടർച്ചയായി 14ാം തവണയാണ് പയ്യന്നൂർ കോളേജ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലാകിരീടം നിലനിർത്തുന്നത്. 294 പോയിന്റ് നേടിയാണ് കോളേജ് ഒന്നാമതെത്തിയത്. 18 ഇനങ്ങളിൽ 1ാം സ്ഥാനവും 15 ഇനങ്ങളിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി കോളേജിൽ വിക്ടറി ഡേ ആഘോഷിച്ചു. കോളേജ് കേന്ദ്രീകരിച്ച് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മികച്ച നടിയായും ദൃശ്യ നാടക പ്രതിഭയായും കോളേജിലെ വിദ്യാർത്ഥിനി പാർവണ VK തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ സർവകലാശാല യൂണിയൻ സംഘടിപ്പിച്ച 26 കലോത്സവങ്ങളിൽ 23ലും പയ്യന്നൂർ കോളേജാണ് ചാമ്പ്യന്മാർ. 5 വർഷങ്ങൾക്ക് ശേഷം ഓഫ് സ്റ്റേജ് ചാമ്പ്യൻഷിപ്പും പയ്യന്നൂർ കോളേജ് നേടിയെടുത്തു. യൂണിയൻ ചെയർമാൻ KV അഭിനന്ദ്, സെക്രട്ടറി KV ആദിത്, പ്രസിഡന്റ് P. മനുനന്ദ് എന്നിവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുറച്ചേരിയിലെ തേറിയിൽ ബാലകൃഷ്ണൻ രക്തസാക്ഷി ദിനം ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുറച്ചേരിയിലെ തേറിയിൽ ബാലകൃഷ്ണൻ രക്തസാക്ഷി ദിനം ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പുറച്ചേരി രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം നടന്ന ചടങ്ങ് KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്തേക്ക് വലിയ വർഷങ്ങളോളം ഒന്നും വന്നില്ല. ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ മാർക്സിസ്റ്റുകാർക്ക് സഹിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് ഈ ബാലകൃഷ്ണനെ കൊല ചെയ്യണമെന്ന ഗൂഢോദ്ദേശം 1-2 സന്ദർഭങ്ങളൊക്കെ തന്നെ അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ബാലകൃഷ്ണനോട് ശ്രദ്ധിക്കണമെന്ന് നമ്മളൊക്കെ ആവശ്യപ്പെട്ടുവെങ്കിലും ആർക്കും വഴിപ്പെടാതെ കീഴടങ്ങാത്ത ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ശ്രീ ബാലകൃഷ്ണൻ. അങ്ങനെ ആർക്കും അടിമപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കേണ്ടതില്ല എന്ന ഒരു തത്വശാസ്ത്രം കൈമുതലാക്കി മുമ്പോട്ട് പോകുന്ന ശ്രീ ബാലകൃഷ്ണൻ അവർക്ക് ആ നിലയിലേക്ക് അവരുടെ മുന്നിൽ. മണ്ഡലം പ്രസിഡന്റ് U. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് V. രാജൻ, വൈസ് പ്രസിഡന്റ് K. രാമദാസ്, ജനറൽ സെക്രട്ടറി ശംഭു KS, KP രാമകൃഷ്ണൻ, സരീഷ് എന്നിവർ സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റ് AK വിഷ്ണു സ്വാഗതം പറഞ്ഞു. പുഷ്പാർച്ചനയ്ക്ക് PG വേണുഗോപാലൻ, പാറോൾ വിജയൻ, KM ബാലകൃഷ്ണൻ, ബേബി പ്രിയങ്ക എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ്
ഫസ്റ്റ് ലാമ്പ് ലൈറ്റിംഗ് സെറമണി ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ഫസ്റ്റ് ലാമ്പ് ലൈറ്റനിംഗ് സെറമണി ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു രോഗി ഒരാശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവർ വന്ന് ചേരുന്നത് നേഴ്സുമാരുടെ കൈകളിലേക്കാണ്. അവർ പ്രാഥമികമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തുമ്പോഴാണ് ഡോക്ടർ പരിശോധന നടത്തുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ നേഴ്സുമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആദ്യ സമീപനം അതാണ് ഒരു ആശുപത്രിയുടെ സൽപ്പേര് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തുന്നത്. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി പ്രസിഡന്റ് B. നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഓപ്പറേറ്റീവ് നഴ്സിംഗ് കോളേജ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KV സന്തോഷ് സ്വാഗതം ആശംസിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറി KGN ആൻഡ് സീനിയർ നഴ്സിംഗ് ഓഫീസർ ഖമറുസമാൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിയാരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫൈസൽ KP വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ പവിത്രൻ റേരോത്ത്, കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് പത്മാക്ഷി TV എന്നിവർ ചേർന്ന് ദീപം തെളിയിക്കലും ദീപം കൈമാറലും നിർവഹിച്ചു. കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അഭിലാഷ് V പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് M. ആനന്ദൻ, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, PTA പ്രസിഡന്റ് ജെയിംസ് ഇമ്മാനുവൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് അസോസിയേറ്റ് പ്രൊഫസർ M. ധനിന നന്ദി പ്രകാശിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളും PTA ഭാരവാഹികളും നഴ്സിംഗ് വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന മജിസ്ട്രേറ്റ് V. ഷീജയ്ക്ക് പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. സബ് ജഡ്ജ് MS. ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന മജിസ്ട്രേറ്റ് ഷീജ വിക്ക് പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ഒരു ഡിഫൻസ് ലോയർ എന്ന നിലയിലും ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിലും ആർജിച്ചെടുത്ത പരിചയ സമ്പത്തും പൊടുന്നനെ തീരുമാനമെടുക്കാനുള്ള കഴിവും അവരുടെ ജുഡീഷ്യൽ വർക്കിൽ ഒരുപാട് സഹായിച്ചിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഡിഫൻസ് ലോയറിന് ഉണ്ടാക്കുന്ന ആയാസങ്ങൾ എന്തൊക്കെയാണെന്ന്, അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർ ഒരു ക്രിമിനൽ കേസിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒരു ക്രിമിനൽ കേസിൽ കാണിക്കുന്ന ചെറിയ ചെറിയ തൈകളുകൾ എന്തൊക്കെയാണ്. ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കു, മുൻസിഫ് ഗ്രീഷ്മ AS, പുതുതായി ചാർജ് ഏറ്റെടുക്കുന്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ലക്ഷ്മി പ്രിയ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സബ് ജില്ലാതല പഠനോത്സവം പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂളിൽ നടന്നു. പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ മികവ് പ്രദർശനം നടന്നു. പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂളിൽ നടന്ന പഠനോത്സവം സബ് ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടീച്ചർ നിർവഹിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ പഠിച്ചൊരു കുട്ടിയാണിപ്പം ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് പണ്ട് ഞാൻ ഇവിടെ ഇരുന്നതെല്ലാം ഓർക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഒരു പഠിച്ച വിദ്യാലയത്തിൽ വന്ന് ഒരു ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതിൽ. വാർഡ് കൗൺസിലർ വസന്ത രവി അധ്യക്ഷത വഹിച്ചു. SSK കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പയ്യന്നൂർ BPC ഉമേഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് അനിൽകുമാർ KV, ഹെഡ് മിസ്റ്റേഴ്സ് ഷാൻഡി ഫിലിപ്പ്, ആലിയ നഫീസ, സാൻവിയ മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ മികവ് പ്രദർശനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ശ്രീസ്ത അതിയടം സെന്റർ റോഡിന് സമീപം ശ്രീസ്ത ഹരിത സംഘം കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ശ്രീസ്ത അതിയടം സെന്റർ റോഡിന് സമീപം ശ്രീസ്ത ഹരിത സംഘം കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ടി വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, EV രാജേന്ദ്രൻ, കൃഷി ഓഫീസർ ജയരാജൻ നായർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സതീഷ് കുമാർ കെ, MV രാജീവൻ, PP കുഞ്ഞിക്കോരൻ, സത്യഭാമ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. വിശുദ്ധ റമദാനിൽ നടത്തുന്ന വിവിധ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഉദിനൂർ സുന്നി സെന്ററിൽ തുടക്കമായി. ഉദിനൂർ മഹലിന് കീഴിലെ 700 വീടുകളിലും നോമ്പ് മുറിക്കാനുള്ള കാരക്ക പാക്കറ്റുകളും ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. സുന്നി യുവജന സംഘത്തിന് കീഴിലുള്ള സാന്ത്വനം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദിനൂർ മഹലിലെ 700 വീടുകളിൽ നോമ്പ് മുറിക്കാനുള്ള കാരക്ക വിതരണം പൂർത്തീകരിച്ചു. ഇതോടൊപ്പം തിരഞ്ഞെടുത്ത അർഹരായ 70ഓളം കുടുംബങ്ങൾക്ക് റമദാൻ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണവും നടത്തി. 5 പതിറ്റാണ്ടായി ഉദിനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുന്നി യുവജന സംഘം എല്ലാ വർഷവും സാന്ത്വനം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഉദിനൂർ സുന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ മാനേജർ AB മുസ്തഫ ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഅദിയ ശരിയത്ത് കോളേജ് പ്രൊഫസർ മുഹമ്മദ് സ്വാലിഖ് സഅദി അധ്യക്ഷത വഹിച്ചു. സുന്നി യുവജന സംഘം പ്രസിഡന്റ് KK നൌഫൽ സഅദി, യുണീക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി T അബ്ദുള്ള മാസ്റ്റർ, TP അബ്ദുൽ സലാം ഹാജി, ഹുസൈൻ സഖാഫി പെട്ടിക്കുണ്ട്, TKC മുനീർ മിസ്ബാഹി, TP ഷാഹുൽ ഹമീദ് ഹാജി, റസാഖ് പുഴക്കര എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് അരി വിതരണം ചെയ്തു. ചെറുകുന്ന് കതിരുവെക്കും തറയിൽ BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി K വിജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് അരി വിതരണം ചെയ്തു. ചെറുകുന്ന് കതിരുവെക്കും തറയിൽ BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി K വിജു വിതരണോദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ്, ബിജു പാളത്ത്, മനു കൃഷ്ണ, രാഹുൽ ഗോപിദാസ്, സജേഷ് PV, ഹരിദാസ് കവണിശ്ശേരി, മനോജ് ചെറുവാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല ഒളവറ പുലയൻ സമുദായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും നടത്തി. ഒളവറ സങ്കേത ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 ഉന്നത വിജയികളെയും NMMS ദേശീയ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ഉടുമ്പുന്തല ഒളവറ പുലയൻ സമുദായ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ. അങ്ങനെ ഒരുമിച്ച് വളർച്ചയുടെ പടവുകൾ, അച്ഛന്റെയും അമ്മയുടെയും സ്നേഹ വാത്സല്യങ്ങളും കരുതലും അവരുടെ പിന്തുണകളും ഒക്കെ നേടിക്കൊണ്ട് നിങ്ങൾ ഓരോ പടി കയറുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എന്താകണമെന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തിന്റെ ചിറക് ഏറ്റവും ശക്തമായിട്ട് നിങ്ങൾക്ക് മുകളിലേക്ക് പറന്നുയരുവാനുള്ള ഊർജ രേണുകളായിട്ട് മാറും. ചടങ്ങിൽ K പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സമുദായ സംഘം സെക്രട്ടറി M ശശിധരൻ, P സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മോട്ടിവേഷൻ ക്ലാസിന് മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ മെമ്മോറിയൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സജിത് പല്ലേരി നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂരിലെ ഒരു കൂട്ടം സിനിമാ പ്രേമികളുടെ കൂട്ടായ്മയിൽ പിറന്ന ചിത്രമാണ് റോമ 6. ജുവൽ മീഡിയ പ്രൊഡക്ഷന്റെ ബാനറിൽ PKMT സഹജീവനം മീഡിയ, ചാരുകേശിനി പ്രൊഡക്ഷൻസ് എന്നിവയുടെ സഹകരണത്തോടെ നവാഗതനായ ഷിജു പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രം മാർച്ച് 6 മുതൽ തിയേറ്ററിൽ എത്തുകയാണ്. പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ രാത്രി 7:30 പ്രദർശനം. സൗണ്ട് എഞ്ചിനീയറിംഗും സംഗീതാധ്യാപകനുമായി കഴിഞ്ഞിരുന്ന സംവിധായകൻ ഷിജു പീറ്ററിന്റെ മനസ്സിൽ വർഷങ്ങൾക്കു മുമ്പേ നാമ്പിട്ട കഥാബീജവുമായുള്ള അലച്ചിലുകൾക്കൊടുവിലാണ് പയ്യന്നൂരിലെ കലാകാരന്മാരെ വെച്ച് സ്വന്തമായൊരു സിനിമ നിർമ്മിക്കുക എന്ന ആശയം ഉടലെടുത്തത്. ചരിത്രമുറങ്ങുന്ന ഏഴിമലയുടെയും കണ്ടൽ സമൃദ്ധിയുടെ പച്ചപ്പിൽ ശ്രദ്ധേയമായ കവായി കായലിന്റെയും പകരം വെക്കാനാകാത്ത ദൃശ്യഭംഗിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ചിത്രീകരണം മുഴുവൻ. ഗിജിൽ പയ്യന്നൂരാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. സിജിത്ത് കരിവെള്ളൂർ, കിഷോർ ക്രിസ്റ്റഫർ എന്നിവരാണ് സഹായികൾ. എരഞ്ഞോളിക്കാരന്റെ രചനയ്ക്ക് വിദ്യാധരൻ മാസ്റ്റർ സംഗീതം നൽകി ഭാവഗായകൻ P ജയചന്ദ്രൻ പാടിയ ഏറ്റവും പുതിയ ഗാനം ഈ ചിത്രത്തിലുണ്ട്.
സുരേഷ് രാമന്തളി, പ്രമോദ് കാപ്പാട്, പീറ്റർ ഏഴിമല എന്നിവരുടെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ബെന്നി മാളിയേക്കലും സുഹൃത്ത് ജയചന്ദ്രൻ കാവുന്താഴയുമാണ്. ചിത്രം മാർച്ച് 6 തിയേറ്ററിലെത്തും. പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ രാത്രി 7:30 പ്രദർശനമുണ്ടാവുക. മാധ്യമ സമ്മേളനത്തിൽ ഷിജു പീറ്റർ, ദേവരാജ്, മദനൻ മാരാർ, ഉഷ കമൽ, KV സ്മിത, അജിത് കീഴറ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടോത്ത് പങ്ങടം ശ്രീ നീലങ്കൈ ഭഗവതി കഴകം 3 വർഷത്തിൽ ഒരിക്കൽ നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവം മാർച്ച് 6 മുതൽ 9 വരെ ദിവസങ്ങളിൽ നടക്കും. ഇതോടനുബന്ധിച്ച് നവീകരിച്ച ക്ഷേത്രക്കുളം സമർപ്പണം നടന്നു. കണ്ടോത്ത് പങ്ങടം ശ്രീ നീലങ്കൈ ഭഗവതി കഴകത്തിൽ 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവം മാർച്ച് 6 മുതൽ 9 വരെ നടക്കും. ഇതോടനുബന്ധിച്ച് നവീകരിച്ച ക്ഷേത്രക്കുളത്തിന്റെ സമർപ്പണം അബ്ലി വടക്കേ ഇല്ലത്ത് ശങ്കരവാദ്യാർ നമ്പൂതിരി നിർവഹിച്ചു. തുടർന്ന് കൊക്കാനിശ്ശേരി ജന്മാരി കണിശൻ S. ഗോവിന്ദന്റെയും വിശ്വനാഥൻ ജോത്സ്യരുടെയും കാർമ്മികത്വത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 6 വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാടും രാത്രി 8 മണിക്ക് നാടകവും അരങ്ങേറും. മാർച്ച് 7 രാവിലെ 9 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും തുടർന്ന് വിവിധ തോറ്റങ്ങൾ അരങ്ങിലെത്തും. മാർച്ച് 8 പുലർച്ചെ 3 മണിക്ക് പുലികണ്ഠൻ ദൈവത്തിന്റെ പുറപ്പാട്. രാത്രി 9 മണിക്ക് മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും. മാർച്ച് 9 പുലർച്ചെ 3 മണിക്ക് പുലികണ്ഠൻ ദൈവത്തിന്റെ പുറപ്പാട്. ചെമ്പും ചോറും എടുക്കലും തുലാഭാരവും അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവം മാർച്ച് 7, 8 തീയതികളിൽ നടക്കും. മാർച്ച് 8 ശനിയാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവപ്പനയും മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെയും പുറപ്പാടുമുണ്ടാകും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.